എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഴക്കാലം ആണല്ലോ. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ജീവിക്കേണ്ടുന്ന ഒരു കാലമാണ് ഈ സമയം. പ്രത്യേകിച്ച് വഴിയാത്രക്കാരെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ റോഡുകളെല്ലാം നല്ല നിലവാരം പുലർത്തുന്ന റോഡുകളാണല്ലോ. വളരെ വേഗതയിലുള്ള വാഹനങ്ങളാണ് റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വഴി യാത്ര ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടെ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതാണ്. പലപ്പോഴും സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ, അതുപോലെ കൃഷിയിടങ്ങളിൽ ജോലിക്ക് പോകുന്നവർ ഒക്കെ കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നത് കാണാറുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ ധാരാളം കളുകൾ വളർന്നു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ടാർ റോഡിൽ നിന്ന് ഇറങ്ങാൻ മനുഷ്യന് വിമുഖതയാണ്. കൂട്ടം കൂടി നടക്കുകയും റോഡിലേക്ക് കയറി നടക്കുകയും ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ വാഹനങ്ങൾ വരുമ്പോൾ അപകടങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ വലതുവശം ചേർന്ന് നടക്കുവാനും എതിരെ വരുന്ന വാഹനം കണ്ടിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത സംഭവങ്ങൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വഴി സൈഡിൽ കൂടെ യാത്ര ചെയ്യുന്നവരുടെ കുടയിൽ വാഹനം ഇടിച്ചു, അല്ലെങ്കിൽ രാവിലെ പാല് വിതരണം ചെയ്യാൻ പോയ ആളുകളുടെ പാൽപാത്രത്തിലിട്ട് വണ്ടി തട്ടി എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോഡ് നല്ല നിലവാരം പുലർത്തുന്ന ഹൈവേ റോഡുകളാണ്, പ്രത്യേകിച്ച് ഹൈറേഞ്ചിലുള്ളത്. മൂന്നാർ റോഡ്, അതുപോലെ പുളിയമ്പലയിൽ നിന്ന് അടിമാലിക്കുള്ള റോഡ്, അതെല്ലാം സമീപകാലത്ത് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് അതിലൂടെ ഓടുന്ന വാഹനങ്ങളെല്ലാം നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. മാത്രമല്ല, കോവിഡ് കാലത്തിന് ശേഷം വാഹനങ്ങൾ ധാരാളം പെരുകിയിട്ടുണ്ട്. അതിനനുസരിച്ച് റോഡിന് അകലം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് കട്ടപ്പന ഇടുക്കി റോഡിൽ നിരന്തരം യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, റോഡിൻ്റെ പുറത്ത് മനുഷ്യൻ സഞ്ചരിക്കാനുള്ള അകലം ഒട്ടുമില്ല. റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്തിരിക്കുകയാണ്. രണ്ട് സൈഡിലും അകലമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് സൈഡ് കൊടുക്കേണ്ടി വരുമ്പോൾ, വലിയ വാഹനങ്ങൾ സൈഡ് കൊടുക്കേണ്ടി വരുമ്പോൾ റോഡ് നിറഞ്ഞാണ് പോകുന്നത്. വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ ഒത്തിരി വീതിയില്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് അനേകം വളവുകൾ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ വാഹനത്തിൻ്റെ വേഗത നിയന്ത്രിച്ച് ഓടിക്കുന്നത് നല്ലതാണ്. ധൃതിയിൽ ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും ഒക്കെ പെട്ടെന്ന് മുന്നിലൂടെ കടന്നു പോവുകയും വീതിയില്ലാത്ത സ്ഥലങ്ങളിൽ വളവുകളിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒത്തിരി അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. പ്രത്യേകിച്ച് ഓഫീസ് ടൈമിൽ, സ്കൂൾ ടൈമിലൊക്കെ പോകാനുള്ള ആളുകൾ ധൃതിയിൽ പോകുമ്പോൾ സമയം പാലിക്കുന്നതിനായിട്ട് ധൃതി കൂട്ടുന്നത് കാണാറുണ്ട്. ചുരങ്ങളിറങ്ങുമ്പോൾ വളവുകളൊക്കെ തിരിയുന്ന സമയത്ത് വലിയ വാഹനങ്ങളുടെ പുറകിൽ വലിയ ക്യൂ ഉള്ളപ്പോൾ പോലും ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറി അവിടെ യാത്ര തടസ്സം ഉണ്ടാക്കുന്നത് കാണുന്നു. അച്ചടക്കം പാലിക്കാനായിട്ട് പുറകിൽ നിന്ന് മറ്റുള്ള വാഹനങ്ങൾ പോകുമ്പോൾ, സൈഡ് കൊടുത്ത് പോകുമ്പോൾ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യാണ്ട് സാധിക്കും. അപകടങ്ങൾ ഒഴിവാക്കാണ്ട് സാധിക്കും. ബസ്സുകളൊക്കെ ഓടിക്കുന്ന ആളുകൾ സ്വയം പാലിക്കാതെ വളരെ സ്പീഡിൽ വരുമ്പോൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല വാഹനങ്ങളും മഴക്കാലത്ത് മുമ്പുള്ള മുന്നൊരുക്കം ചെയ്യാതെയാണ് ഓടിക്കുന്നത്. പെട്ടെന്ന് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടാതെ പല വാഹനങ്ങളും ഉദ്ദേശിക്കുന്ന നിൽക്കാൻ മുന്നോട്ട് പോയി അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് ഓടിയ അതേ സ്പീഡിൽ ഓടാതെ മഴക്കാലത്ത് അല്പം വേഗത കുറച്ച് ശ്രദ്ധയോടെ വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അപകടങ്ങൾ ധാരാളം നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ കാറിൻ്റെ തൊട്ട് മുമ്പിൽ വലിയൊരു ചക്ക പ്ലാവിൽ നടന്നു വീണു.
അത് 5 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ വാഹനത്തെ പതിച്ചതിന് വലിയ അപകടം ഉണ്ടായി. വാഹനത്തിന് കിട്ടുന്ന കേടുപാട് മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ മാറിയിട്ട് പെട്ടെന്ന് പാനിക്കായിട്ട് ബ്രേക്ക് വിട്ടുമ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊന്നും പോയി. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മുകൾ ഭാഗത്തു നിന്ന് കല്ലുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്, മരങ്ങൾ വിടുന്ന വരാൻ സാധ്യതയുണ്ട്, റോഡ് സൈഡിൽ നിന്ന് തെങ്ങിൻ്റെ മടലോ തേങ്ങായോ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് നമ്മൾ വാഹനം ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലം അപകടരഹിതമായി സഞ്ചരിക്കുവാൻ കാൽനടക്കാർക്കും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.